ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നും അറിയപ്പെടുന്നത് അവരുടെ ടീം വർക്കിന്റെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും പേരിലാണ്. എന്നാൽ 2026 സീസണിൽ ആ പതിവ് ശൈലിയിൽ നിന്ന് മാറി ഒരു വ്യക്തിയെ മാത്രം അമിതമായി ആശ്രയിക്കുന്ന രീതിയിലേക്ക് ചെന്നൈ മാറിയിരിക്കുന്നുവെന്ന ഗുരുതരമായ നിരീക്ഷണമാണ് മുൻ ഇന്ത്യൻ ഇതിഹാസം വീരേന്ദർ സെവാഗ് നടത്തിയിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം വിട്ട് മഞ്ഞക്കുപ്പായത്തിലെത്തിയ സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിന് ചുറ്റുമാണ് ഇക്കുറി ചെന്നൈയുടെ വിജയങ്ങൾ കറങ്ങുന്നത്. മുംബൈ ഇന്ത്യൻസുമായി നിർണായകമായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് തൊട്ടു മുമ്പ് സെവാഗ് നടത്തിയ ഈ പരാമർശങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. IPL ലേലത്തിന് പിന്നാലെ സഞ്ജു സാംസൺ രാജസ്ഥാൻ വിട്ട് ചെന്നൈയിലേക്ക് ചേക്കേറിയപ്പോൾ അത് ആ സീസണിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. MS ധോണിയുടെ പിൻഗാമിയായി സഞ്ജുവിനെ ചെന്നൈ ആരാധകർ നെഞ്ചിലേറ്റിയെങ്കിലും ഇത്രയേറെ ഉത്തരവാദിത്തം താരത്തിന്റെ തോളിൽ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഈ സീസണിൽ ചെന്നൈ നേടിയ 3 വിജയങ്ങളിലും സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനം നിർണായകമായിരുന്നു. ഓരോ മത്സരത്തിലും സഞ്ജു തിളങ്ങുമ്പോഴും ബാറ്റിംഗ് നിരയിലെ മറ്റുള്ളവരുടെ മൗനം സെവാഗിനെ പോലുള്ള വിദഗ്ധരെ ചൊടിപ്പിക്കുന്നുണ്ട്. ക്രിക്ക് ബസിന്റെ വിശകലന പരിപാടിയിൽ സംസാരിക്കവേ സെവാഗ് വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. CSK ടീം വിജയിക്കുന്നത് കാണാൻ സന്തോഷമുണ്ടെങ്കിലും അവർ സഞ്ജുവിനെ അമിതമായി ആശ്രയിക്കുന്നത് ആശങ്കാജനകമാണ്, അദ്ദേഹം തുറന്നു പറഞ്ഞു. ക്രിക്കറ്റിൽ ഒരു താരത്തിന് എല്ലാ ദിവസവും സെഞ്ചുറിയോ അർദ്ധ സെഞ്ചുറിയോ നേടാൻ കഴിയില്ല. സഞ്ജു പരാജയപ്പെടുന്ന ഒരു ദിവസം ചെന്നൈയുടെ ബാറ്റിംഗ് നിര തകർന്നടിയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു ചാമ്പ്യൻ ടീമാകാൻ വേണ്ടത് വ്യക്തിഗത പ്രകടനങ്ങളല്ല, മറിച്ച് കൂട്ടായ പരിശ്രമമാണെന്ന പാഠമാണ് സെവാഗ് ചെന്നൈയെ ഓർമ്മിപ്പിച്ചത്. പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിനെ പോലുള്ള കരുത്തുറ്റ ബൗളിംഗ് നിരയുടെ ടീമിനെ നേരിടുമ്പോൾ സഞ്ജുവിനെ മാത്രം വിശ്വസിച്ചിറങ്ങുന്നത് അപകടമാണെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ഈ സീസണിലെ സഞ്ജുവിന്റെ ബാറ്റിംഗ് കണക്കുകൾ പരിശോധിച്ചാൽ സെവാഗിന്റെ ആശങ്കയ്ക്ക് വ്യക്തമായ കാരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. 8 ഇന്നിംഗ്സുകളിൽ നിന്നായി 305 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ശരാശരി 50.67, സ്ട്രൈക്ക് റേറ്റ് 169.83, സെഞ്ചുറികൾ 2. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ വെറും 56 പന്തിൽ പുറത്താവാതെ നേടിയ 115 റൺസ് ഇത്തവണത്തെ IPL തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ്. മുംബൈക്കെതിരെ വാങ്കഡയിൽ സഞ്ജു നേടിയ 101 റൺസ് ചെന്നൈക്ക് വമ്പൻ ജയം സമ്മാനിച്ചു. കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിലും സഞ്ജുവിന്റെ 48 റൺസാണ് ചെന്നൈ വിജയത്തിലെത്തിച്ചത്. ഈ കണക്കുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് സഞ്ജു എന്ന ഏകാംഗ സൈന്യത്തിലേക്കാണ്. സെവാഗ് തന്റെ വിമർശനത്തിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് ചെന്നൈയുടെ മറ്റ് പ്രമുഖ താരങ്ങളുടെ ഫോമില്ലായ്മയാണ്. ടീമിന്റെ നായകനും ഓപ്പണറുമായി ഋതുരാജ് ഇത്തവണ പ്രതീക്ഷിച്ച തുടക്കം ലഭിച്ചില്ല. സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്ന താരം പലപ്പോഴും തുടക്കത്തിലെ പുറത്താകുന്നത് സഞ്ജുവിന്മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ സീസണുകളിൽ ചെന്നൈയുടെ സിക്സർ മിഷൻ ആയിരുന്നു ദുബൈ. ഇത്തവണ സ്പിന്നർമാർക്കെതിരെ പോലും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. യുവതാരമായ ബ്രേവിസിന് തന്റെ പ്രഭാവം തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. യുവതാരം ആയുഷ് മാത്രമേ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിലും പരിക്കേറ്റ് പുറത്തായത് ചെന്നൈക്ക് വലിയ തിരിച്ചടിയായി. ഇതോടെ ബാറ്റിംഗ് നിരയിലെ ഉത്തരവാദിത്തം മുഴുവൻ സഞ്ജുവിന്റെ ചുമരിലായിരിക്കുകയാണ്. ചെപ്പോക്കിലെ ഹോം ഗ്രൗണ്ടിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടുമ്പോൾ ചെന്നൈക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. മുംബൈയുടെ ജസ്പ്രീത് ബുംറയും ഹർദിക് പാണ്ഡ്യയും അടങ്ങുന്ന ബൗളിംഗ് നിര സഞ്ജുവിനെതിരെ വ്യക്തമായ തന്ത്രങ്ങൾ മെനയുമെന്നും ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സഞ്ജുവിന് നേരത്തെ ക്രീസ് വിടേണ്ടി വന്നാൽ ചെന്നൈ എങ്ങനെ സ്കോർ ഉയർത്തുമെന്നതാണ് ആരാധകരുടെ പേടി. സ്ഥിരത നിലനിർത്തണമെങ്കിൽ CSKക്ക് കൂട്ടായ സംഭാവനകളും ആവശ്യമാണ്, സെവാഗ് വ്യക്തമാക്കുന്നു. സഞ്ജുവിന് ഒരു സൈഡിൽ നിലയുറപ്പിക്കാൻ കഴിയണമെങ്കിൽ മറുവശത്ത് ബാക്കിയുള്ളവർ ആവശ്യത്തിന് റൺസ് കണ്ടെത്തണം. സഞ്ജുവിന്റെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലിക്ക് പിന്തുണ നൽകാൻ മറ്റു ബാറ്റർമാർ തയ്യാറാകാത്ത പക്ഷം സീസണിന്റെ 2ാം പകുതിയിൽ ചെന്നൈക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. സഞ്ജു എന്ന താരത്തിന് ചെന്നൈയുടെ ബാറ്റിംഗ് നിരയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ചെന്നൈ എന്ന ബ്രാൻഡിന്റെ വിജയം എന്നും ടീം വർക്കിലായിരുന്നു. വീരേന്ദ്ര സെവാഗ് ഉയർത്തിയ വിമർശനങ്ങൾ ചെന്നൈ മാനേജ്മെന്റ് ഗൗരവകരമായി കാണേണ്ടതുണ്ട്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ സഞ്ജുവിന് പുറമെ മറ്റുള്ളവർ കൂടി ബാറ്റ് ചെയ്താൽ മാത്രമേ ചെന്നൈക്ക് ഇത്തവണ കിരീടത്തിലേക്ക് കുതിക്കാൻ സാധിക്കൂ. ശനിയാഴ്ചത്തെ മുംബൈ പോരാട്ടം ഇതിനുള്ള ആദ്യ പരീക്ഷണശാലയാകും.